എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ വിവിധ തസ്തികകളിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം. SSC ആണ് വിളിച്ചിരിക്കുന്നത്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഉദ്യോഗാർത്ഥികൾക്ക് 21/5/2026 മുതൽ 22/6/2026 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 22/6/2026 ആണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി 23/6/2026 ആണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ 29/6/2026 മുതൽ 1/7/2026 വരെ അപേക്ഷയിൽ കറക്ഷൻസ് വരുത്താവുന്നതാണ്. 2 ഘട്ടങ്ങളായുള്ള പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒന്നാം ഘട്ട പരീക്ഷ ഓഗസ്റ്റ്-സെപ്റ്റംബർ മാസത്തിലായിരിക്കും. രണ്ടാം ഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഡിസംബർ മാസത്തിലായിരിക്കും. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് www.ssc.gov.in ആണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ബോർഡർ റോഡ് ഓർഗനൈസേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസിൽ പുരുഷന്മാർക്കാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. SSC, ST, OBC, PWBD, എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SSC, ST കാറ്റഗറിക്ക് 5 വർഷവും OBC കാറ്റഗറിക്ക് 3 വർഷവും PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത്. വിവിധ തസ്തികകളിലായി 12,256 വേക്കൻസീസാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, ടാക്സ് അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ, ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ, അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് അക്കൗണ്ട് ഓഫീസർ, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഉദ്യോഗാർത്ഥികൾക്ക് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.ssc.gov.in SSC മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ്. ബിരുദ പഠനം നടത്തുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഉദ്യോഗാർത്ഥികൾ 1/8/2026 മുന്നായി എസൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് നേടിയിരിക്കണം. 100 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. വനിതകൾ, SSC, ST, PWBD, എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. 2 ഘട്ടങ്ങളായി നടക്കുന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ട്. കേരളത്തിൽ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ എന്നിവയാണ് കേരളത്തിലെ എക്സാം സെൻറ്ററുകളായി വരുന്നത്. ടയർ 1, ടയർ 2 പരീക്ഷയുടെ ഡീറ്റെയിൽഡ് സിലബസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷ കൃത്യമായി സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ കൃത്യമായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തെറ്റായ അപേക്ഷകളും മതിയായ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത അപേക്ഷകളും റിജക്റ്റ് ആകുന്നതാണ്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 12,000-ൽ പരം ഒഴിവുകളുമായി SSC ആണ് വമ്പൻ അവസരം ഒരുക്കിയിരിക്കുന്നത്. ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.